ശരിക്കും ഗബ്രി എന്നല്ല പറയേണ്ടിയിരുന്നത്, വേടൻ കാട്ടുന്ന് പിടിച്ച കരിമ്പുലി എന്നാണ് പറയേണ്ടിയിരുന്നത്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അത് പക്ഷേ നല്ല രസമുള്ളൊരു പരിപാടിയാണല്ലേ, കരിമ്പുലി എന്ന് പറയുമ്പോൾ ഒരു പഞ്ച് പവർ. ഞാനും പ്രതീക്ഷയില്ല അങ്ങനെ. പേര് വിളിക്കും, സ്റ്റേജിൽ കയറുമ്പോ പേര് വിളിക്കും, പാടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കരിമ്പുലി എന്നൊക്കെ പറഞ്ഞു. ഓ അന്ന് ഞാൻ കേൾക്കുള്ള ബാക്കിലല്ലേ, സ്റ്റേജിന്റെ ബാക്കിലല്ലേ. പിറ്റേ ദിവസം റീല് വരുമ്പോഴാണ് ഓ ഇത്രയും വലിയ പരിപാടിയാണ് പറഞ്ഞതെന്നൊക്കെ അറിയണത്. പേര് വിളിച്ച് പാടി പോയി, നമ്മ പിന്നെ ബോധേടല്ല ഇങ്ങനെയൊക്കെ വിളിച്ചെന്നുള്ളത്. പിന്നെ റീല് പരിപാടിയൊക്കെ വന്ന് പിള്ളേർക്കൊക്കെ വർക്കായെന്ന് പറഞ്ഞപ്പോ ശരിയാ, പക്ഷെ അത് പഞ്ചായിരുന്നു. അതെ അതെ, കാരണം വേടൻ അത്രയും പഞ്ചില് ഞാൻ കാട്ടുന്ന് പിടിച്ച ഒരു കരിമ്പുലിയാണെന്ന് പറയുമ്പോഴുണ്ടല്ലോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പുള്ളിയുടെ മുഖത്തുണ്ട്. ലൈക്ക് മനസ്സിലാവും നമുക്കത്, ഇന്നൊരാളെ എനിക്ക് ഇങ്ങനെ ആക്കണം, അപ്പൊ നമ്മ ആ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവും ആ ഒരു ഫേസിൽ തന്നെ ഉണ്ട്. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ സൂയിസൈഡ് നോട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ മൊത്തം ലിറിക്സ് അനാലിസിസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഇത് കുറച്ചൊക്കെ ഗബ്രി തന്നെ ഡീകോഡ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷത്രിയനല്ല ശക്തനല്ല എന്ന സങ്കടം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു സീന് പറഞ്ഞിട്ട് ശക്തനല്ല എന്നൊക്കെ പറയുന്ന അന്നത്തെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ശക്തിയല്ല, അന്ന് ഉണ്ടായിരുന്ന ഒരു അധികാരത്തിന്റെ ശക്തിയുണ്ട്. അതൊന്നും എൻ്റെ ഇന്നത്തെ പ്രശ്നമല്ല എന്ന് പറയുന്ന രീതിയിൽ പൊളിറ്റിക്സ് നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നു എന്നുള്ളത് ആ സൂയിസൈഡ് നോട്ടിലും നിങ്ങളുടെ ഒരു പുലിയുടെ ഒരു ശക്തി കാണിച്ചിട്ടുണ്ട്. പുലി ശക്തനാണ് കേട്ടോ, ശക്തനല്ലെന്ന് പറയുന്നതിന്റെ ശക്തി എന്ന് പറയുന്നത് വേറെ ശക്തിയാണ്. അല്ല അത് കുറച്ച് പേഴ്സണലി അത്ര ഒരാള് എന്തെങ്കിലും എന്ന് വിളിച്ചാൽ തന്നെ ഞാൻ അങ്ങനെ ആവണൊരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു സാധനം പുറത്താക്കിയതാ. ലൈക്ക് എനിക്ക് എത്ര സോഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ തന്നെ പറഞ്ഞ എനിക്ക് എത്ര ഇതായിരിക്കും ആങ്സൈറ്റിയും പരിപാടിയൊക്കെ ഉള്ള കാരണം അതൊന്ന് പോർട്രേറ്റ് ചെയ്തതാ. ശക്തി എന്ന് പറയുമ്പോ പണ്ട് ക്ഷത്രിയ എന്നുള്ളതാണല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാ, ഒരുപാട് ചിന്തിക്കാണ്ട് തന്നെ. ശക്തൻ എന്ന് പറയുമ്പോൾ തന്നെ വരികിൽ തന്നെ ശക്തൻ ക്ഷത്രിയൻ ആ ഒരു പ്രാസവും പിന്നെ നമ്മ ഉദ്ദേശിച്ച സാധനം വരുന്നുണ്ടെന്നുള്ള സാധനം വന്നപ്പോ അടിച്ചു വിട്ടത്. ഈ പുലിയുടെ എഴുത്തിന്റെ പ്രോസസ് എങ്ങനെയാണ്? പൂച്ചയെ പോലെയാണ് എഴുതുന്നത്? പുലിയെ പോലെ എഴുതുമ്പോ മാത്രം ഞാൻ അങ്ങനെ ആവുള്ളൂ, പുലിയായിരിക്കും. എഴുതി കഴിയുമ്പോ സ്വിച്ച് ഓഫ്. പിന്നെ സ്റ്റേജിലെത്തണം. പിന്നെ സ്റ്റേജിലെത്തണം, അതാണ് എന്റെ പരിപാടി. വല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ കാംഫുൾ ആയിരിക്കുക, മെന്റൽ ഹെൽത്ത് പരിപാടി വായിക്കുക, എഴുതുക, വേറെ പേഴ്സണൽ ജേർണലിംഗ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കാനേ നോക്കുള്ളൂ ഞാൻ. ഒറ്റയ്ക്ക് ഇരിക്കലാണ് കംഫർട്ട്, സുഖം. പക്ഷേ വേദിയിലെത്തുമ്പോൾ പവർ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് ഫുൾ ആയിട്ട് പാടോ? മന്ദാരം പാടണോ അതേ പുതിയത് പാടണോ? പുതിയത് അതാണല്ലോ. ഞാനിന്ന് മരിച്ച് 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 മണ്ണടിഞ്ഞവന ഹരിച്ചു ഗുണിച്ചു ഗണിച്ചു വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. മരിച്ച് 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 മരിച്ചു മണ്ണടിഞ്ഞവന ഹരിച്ചു ഗുണിച്ച് ഗണിച്ച് വന്നിട്ടും കണക്കുകളിലൊക്കെ പിഴക്കുന്നല്ലോടാ. പഠിച്ചു പാടം ഇനി ഒരിക്കലും ആകില്ലൊരു ഭാരം, പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കെന്ത് ഛേദം. അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. തനിക്ക് താനും പോരക്ക് തൂണും പാരക്കം പാച്ചിലിനൊടുക്കമാകും. അടക്കം പറച്ചിലൊക്കെ എന്നെ പ്രാകും. പതുക്കെ പതുക്കെ എല്ലാവരും പോകും, ഓരോന്നും കൊഴിഞ്ഞു പോകും. പോരെങ്കിൽ പോണ പോക്കിലൊരു കൂവും. മൂകത ആഴക്കടല് പോലാകും. ഈ കഥ തീരുന്ന വരെയും നോവും. ഭാരങ്ങൾ ചുമക്കുവാനായി വിധിക്കപ്പെട്ടവനാ, പല വഴിയിൽ ചതിക്കപ്പെട്ടവൻ, വിവിധ തരത്തിൽ ഒതുക്കപ്പെട്ടവനാ, അനുഭവത്തിൽ ഒതുക്കം വന്നവൻ. മടുപ്പ് കൊണ്ടവൻ ഉടുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കുടുക്ക്, അതിൽ കിടന്ന് പിടച്ച് മരിച്ചു കഴിഞ്ഞാൽ എല്ലാരും മറക്ക്. കഴുത്തറക്കാൻ കൈമുറിക്കാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിന്ന് വിതുമ്പല്ലേ. ഞാനോളം തല്ലുമ്പോൾ അടിയുലഞ്ഞു ഒഴുകി നടന്ന കൊതുമ്പല്ലേ. അന്നലറി വിളിച്ച പൊരുത്തനുമില്ലെന്നറിഞ്ഞപ്പോ ഞാൻ മിണ്ടാണ്ടായി. നല്ലൊരു നാളെയെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ടായി. വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണുമ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി. സ്വയം പോകി ഞാൻ സ്വയം ദ്രോഹി, സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്തത്തടിയിൽ കത്തിക്കേരലും പൊട്ടിക്കരയില്ല. ഞാനൊന്ന് മരിച്ചു 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 മരിച്ചേ. മണ്ണടിഞ്ഞവന ഹരിച്ചു ഗുണിച്ച് ഗണിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. മരിച്ച്
മരിച്ച് മരിച്ച് മണ്ണടിഞ്ഞവന ഹരിച്ച് ഗുണിച്ച് ഗണിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. പഠിച്ച് പാഠം ഇനി ഒരിക്കലും ആകില്ല ഒരു ഭാരം. പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കത് ഛേദം. അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. പവറിൽ ഇത് പുഷ് ചെയ്ത് വിടുമ്പോൾ എന്താണ് ശരിക്കും ആ സമയത്ത് അനുഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ശരിക്കും ഉള്ളിൽ അപ്പോഴെന്താണ് എന്താ പറയാ, കൂട്ടി വെച്ചൊരു സാധനമൊക്കെ പുറത്തു വന്നത്. എനിക്കറിയില്ല എന്താ സംഭവം. നമുക്കുള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മ ആരും പറയാറില്ല, വീട്ടിലെ അമ്മയുടെ പോലും പറയാറില്ല. അതൊക്കെ പറയാണ്ട് പറയുന്നത് സ്റ്റേജില്ല. ആ ഒരു പെയിൻ, അഗ്രഷൻ എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റേജില്ല. സോ ആ ഒരു സ്റ്റേജ് നമുക്കുള്ളൂ ഇതൊക്കെ പുറത്ത് കാണിക്കാനായിട്ട്. അപ്പൊ ആ സ്റ്റേജിൽ അടിച്ചുവിടാ എന്തൊക്കെയോ കയറി വരുന്ന സമയത്ത്. അപ്പോൾ ഒച്ച കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, 25 വർഷത്തോളം ഞാൻ അടക്കി വെച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഞാൻ ആ വേദിയിൽ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വേദികൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷെ ആ വേദി അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ പ്രതിഷേധം ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഒരു വേദി കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പുറത്തെടുത്തു എന്ന് പറയുന്നില്ലേ. വേറെ എങ്ങും ഞാൻ എക്സ്പ്രസ് ചെയ്യാറില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആർട്ട് വൈസ് ആണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള സ്റ്റേജ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇതിനു മുമ്പും കുറച്ച് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, പക്ഷെ എനിക്കത്ര ഇതല്ല എൻ്റെ പരിപാടി, ഇവിടെ അല്ല ഞാൻ പറയേണ്ടത് എന്നുള്ള സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുകയും ചെയ്ത്. അപ്പോൾ എല്ലാം പറഞ്ഞ് ആ ഒരു ദേഷ്യം മൊത്തം തീർത്ത് അവിടെ പൊട്ടി തീർത്ത്. പിന്നെ പയ്യെ കുറഞ്ഞ് അത്രയും ദേഷ്യമില്ല. എന്നുള്ളതൊക്കെ നമുക്ക് അല്ല, പുലിക്ക് ദേഷ്യം കുറയാൻ പാടില്ല, പവർ കുറയും. അല്ല സ്റ്റേജിലുണ്ടാവും അല്ലേ? സ്റ്റേജിലെ കുറയല്ല, അത് ഒരിക്കലും കുറയാത്ത ദേഷ്യമുണ്ട്. ഈ എഴുതുന്ന സമയത്ത് ആണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ പറയുന്ന ദേഷ്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. അല്ലാതെ നമ്മൾ ഇത് റോഡിലിറങ്ങി കാണിക്കേണ്ടതല്ല ദേഷ്യം, അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ എനിക്കങ്ങനെയാണ്. കാരണം ഞാനങ്ങനെ ചെയ്താൽ അതിന് തിരിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് കോൺഷ്യസാണ്. അപ്പൊ ഞാൻ ഭയങ്കര എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പാട്ടിലൂടെ പറയുമ്പോൾ കുഴപ്പമില്ല, ലൈക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്, അവർ പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ആർക്കെതിരെയാണ് പാടുന്നത് അവർ നമ്മുടെ പാട്ട് കേൾക്കുന്നുണ്ട്. അത് വേറൊരു പരിപാടി. അതാണ് ശരിക്കും. ഞാൻ 1-2 വരിയും കൂടെ പറയാട്ടോ. മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല എന്ന് വെച്ചാൽ, മുഴുത്ത ചക്ക വീണപ്പോ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. അത് കുറെ പേര് അഡ്രസ് ചെയ്യുന്നതാണ്. ഈ പിത്തത്തടിയിൽ കത്തി കയറിയാലും പൊട്ടിക്കരയില്ല. അത് ഒരു കറേജ് ആണല്ലേ ശരിക്കും. പിന്നെ മരിച്ച് മണ്ണടിഞ്ഞവന എന്ന് പറയുന്നുണ്ട് അല്ലേ. 1000 നാവുകൾ ആയുധമാകും, അതിൽ ഞാനൊരു കാതികനാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. അതായത് രക്തസാക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി, അതായത് മരിക്കുമ്പോൾ 1000 ആളായിട്ട് പുനർജനിക്കും എന്നുള്ളതാണ് രക്തസാക്ഷിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ രക്തസാക്ഷി കോൺസെപ്റ്റ് അതിനകത്തേക്ക് കടന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ വീട് നല്ലത് പറയുമെന്നുള്ള സംഭവമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ 1000 അത് ഉദ്ദേശിച്ചില്ല. 1000 പേര് ഉയരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള പരിപാടി പേഴ്സണൽ കാര്യങ്ങൾ, അത്രയും പൊളിറ്റിക്സ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടില്ല. തികച്ചും വ്യക്തിപരമായിട്ടുള്ള സംഭവമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേര് നല്ലൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ ആരോഗ്യം പറയില്ലത്. അത്രേ ഉള്ളൂ. സ്ഥിരമാണ്. സ്ഥിരമാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ. കലാഭവനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അങ്ങനെ ഞാനും പറഞ്ഞെന്നുള്ളൂ. അത്രയും പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചില്ല ഞാൻ ആ പാട്ട് എഴുതുമ്പോൾ. ഞാൻ കൂടുതൽ അത്രയും ഇത് പാട്ടിൽ ഇങ്ങനെ ചേർക്കാറില്ല. ലൈക്ക് പേഴ്സണൽ പറയാ, കുറച്ച് പൊളിറ്റിക്സ് പറയാ. കാരണം ഈ പൊളിറ്റിക്കലായിട്ട് നോളജ് കുറവാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നോളജ് വന്നു കഴിഞ്ഞിട്ട് അതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ അവിടെ ഇവിടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം പറയണം നമ്മ. സോ ആ നോളജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള പരിപാടി ഇപ്പൊ ചെയ്യുന്നത്. അറിയാവുന്ന പൊളിറ്റിക്സ് കുറച്ച് പറയാ, കുറെ അറിയാമെങ്കിൽ കുറെ പറയാ. അങ്ങനെയാണ് അപ്പൊ പരിപാടി പോകുന്നത്. പിത്തത്തടി അഡ്രസ് ചെയ്യുന്നത് ശരിക്കും ബോഡി ഷെയിം പരിപാടി അതിനെതിരായിട്ടുള്ളൊരു. അതും പിന്നെ കത്തികരലും പൊട്ടി ലൈക്ക് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് എന്നുള്ള ചിന്ത ആ സമയത്ത്. ഇങ്ങനെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ സൂയിസൈഡ് എനിക്ക് കുഴപ്പമില്ല, ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ ഉള്ളില്, എനിക്ക് ഇതൊരു ശരീരം മാത്രം എന്നുള്ള ചിന്ത. ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ആത്മാവ് മരിച്ചു എന്നുള്ള സാധനം പേഴ്സണലി ഞാൻ ആ ഒരു സാധനമായി മരിച്ചു. ഇപ്പോൾ ബോഡി മാത്രമോ ആത്മാവില്ല എന്നുള്ള ചിന്തയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. വേടൻ ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രാധാന്യം കേരളത്തിലുണ്ട്. ആ സീനിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ? വേടനെ പോലെ ഒരാൾ കൈപിടിച്ച് കയറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സീൻ കുറച്ചൊന്ന് മാറിയില്ലേ? അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? സന്തോഷത്തേക്കുള്ള ഉത്തരവാദിത്വം. ലൈക്ക് നമുക്ക് ഒരുപാട് പുള്ളി എന്താ പറയണത് നമുക്കറിയാലോ, വ്യക്തമായിട്ട് അറിയാലോ. സോ ഉത്തരവാദിത്വമാണ് കൂടുതലുണ്ടായത് സന്തോഷത്തേക്കുള്ള. കാരണം ആ സമയത്ത് ഞാൻ ആകെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നപ്പോഴും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ള. ലൈക്ക് മെൻ്റലി ഭയങ്കര സീനായിരിക്കുന്ന സമയത്തായിരുന്നു ചെയ്ത കാരണം എല്ലാം
നടക്കണ്ട്, സ്റ്റേജ് കിട്ടി, ഓക്കെ ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റും പരിപാടിയൊന്നും ഇല്ല. ആകെയുള്ള ഈ ഉത്തരവാദിത്വം സൂക്ഷിച്ച് നിൽക്കണം. ലൈക്ക് നമ്മൾ പറയണ ഓരോ വാക്കും ശ്രദ്ധിക്കുക ആൾക്കാരുണ്ട്, സോ നോക്കിയും കണ്ടൊക്കെ നിൽക്കണമുള്ള ചിന്തകളായിരുന്നു കൂടുതലും. അതായിരുന്നു അത് കൂടുതലും. പിന്നെ സന്തോഷത്തിനെങ്കിലും കൂടുതലും അതായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാനിപ്പോൾ വേണ്ട സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമാണിത്. സോ വലിയ പരിപാടിയൊന്നുമല്ല, ഞാനിതേ ചെയ്യുള്ളൂ. സോ അത്രേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത. അല്ലാണ്ടാണ് ഞാൻ കുറെ പേരെങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ നമ്മൾ ചെയ്യണ പരിപാടികളാ ഇതിപ്പോൾ പുള്ളി ചെയ്തു, ഞാനാണെങ്കിൽ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതിന് വലിയ എക്സൈറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. അത് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഉത്തരവാദിത്തമാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കലല്ല. നമുക്ക് പറയാൻ കുറെ പേരുണ്ട്, അവരെ പറയിപ്പിക്കുക എന്നുള്ള സംഭവം അത്രേ ഉള്ളൂ. ഈ സീനിൽ നിൽക്കുന്നതിൽ വേടൻ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് കാര്യം കൂടുതൽ പറയുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കൂടുതൽ കണക്ട് ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പൊളിറ്റിക്സ് പറച്ചിലുണ്ട്, തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. ഇതില്ലെങ്കിൽ ഞാൻ പറയും എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഇപ്പുറത്ത് പോയി സിനിമയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പോപ്പുലാരിറ്റി വരുമ്പോഴും ഒക്കെയും വേടൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരു സൈഡ് പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുലി എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നുള്ളതാണ്. ആ പറശ്ശിയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, അത്രേ ഉള്ളൂ. ലൈക്ക് നരബലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിനെ അങ്ങനെ തന്നെ കാണണമായിരുന്നു. നമുക്ക് ഒരാൾ പറയേണ്ടത്. അപ്പം നരബലി പാട്ടിറങ്ങി ഇപ്പോൾ ഫേസ്ബുക്കിൽ ആരും എന്തോ കമന്റ് ഇട്ട് ഇവൻ്റെ രൂപം കണ്ടറിയാം ഇവന് ഇതാണെന്ന്. എനിക്ക് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. ഓ ഞാനും പറയാം, പുള്ളിനെ കുറിച്ച് അങ്ങനെ ഞാനും പറയാം. ആ ഒരു കൂട് അപ്പൊ കിട്ടിയത് അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ചധികം സംസാരിക്കാറില്ല കുറെ ഒന്നും, കണ്ണുകളിലൂടെ എത്തണം, അത്രേ ഉള്ളൂ. അറിയാം നമുക്കുള്ളിൽ എന്താണെന്നുള്ളത്, പറയാനുള്ള കാര്യങ്ങൾ. മന്ദാരം അത് കുറച്ച് കൂടുതൽ യങ്സ്റ്റേഴ്സിനെ, പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്നു പുലിക്കും കൂടുതൽ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് മന്ദാരം ശരിക്കും ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരു ലിമിറ്റ് കഴിയുമ്പോ ലൈക്ക് ഞാൻ ജീവിച്ചു വന്നത് ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാർ വന്ന്, ഓ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, നമ്മൾ ഉള്ളം കയ്യിലൊക്കെ വെച്ച് കൊണ്ടുനടക്കുന്ന കുറേ കൂട്ടുകാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടുകാരുണ്ടാവില്ല എന്നൊരു ചിന്ത വന്ന്. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്പേസ് വരുമല്ലോ എല്ലാവരും. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഓ പിന്നെ ഞാൻ ഒറ്റക്കായി. ലൈക്ക് ഇവിടെ ഇരുന്നാൽ കുഴപ്പമില്ല, നമ്മളിങ്ങനെ ആക്കിയിട്ട് അവിടെ നിന്ന് ഇട്ട്, അത് സീനായിരുന്നു. അപ്പോൾ ആ പാട്ട് എഴുതിയില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കുന്നുള്ള സീനൊക്കെ ആയി. ഓ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു സമയത്ത്. എങ്ങനെ എഴുതി ഞാൻ പിന്നെ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഓർത്തത്, ഓ ഇതൊക്കെ ആൾക്കാർ കേട്ട, ഞാൻ എഴുതിയ കൂട്ടുകാർ കേട്ട അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എഴുതുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ചിന്തിച്ച്, പിന്നെ പാട്ടായിട്ട് കണ്ടോളും അടിച്ചു കിട്ടി. അത് എഴുതി കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഉള്ളിൽ വെച്ചോണ്ടിരിക്കണല്ലോ, പറഞ്ഞല്ലോ എന്നുള്ളതാണ് വരുന്നത്. കുഴപ്പമില്ല, അവരങ്ങനെയാണ്. അതിൽ ഒരു തരം കൂട്ട് മാത്രമാണ്, അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നീ പൊടി എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം ഈ രണ്ട് തരം റിലേഷൻസും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ഒപ്പം ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. രണ്ടിലും ഒരേ സമയം വീഴ്ച പറ്റിയതാണോ, അതേ ഒരു വീഴ്ചയിൽ ഇവരൊക്കെ കൂടെ നിൽക്കാത്തതാണോ? പേഴ്സണലി ഈ പരിപാടിയിൽ വീഴ്ച പറ്റിയ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അത്. ലൈക്ക് ഫസ്റ്റ് ടൈം അങ്ങനെ പോയി ആ സംസാരമൊക്കെ വന്നത്. എനിക്കങ്ങനെ ഒരു ഇമോഷൻ വന്നു, ഭയങ്കരമായിട്ട് പ്രണയം വന്നു. എനിക്കത് ശരിയല്ലെന്ന് തോന്നി. ആ ഒരു സൗഹൃദം നശിപ്പിക്കണമെന്ന് തോന്നി. ഞാൻ പിന്നെ ഗ്യാപ്പ് ഇട്ട് സംസാരിക്കാണ്ടിരുന്ന്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട്. ആ ഗ്യാപ്പ് എനിക്ക് പക്ഷേ ഇതായിരുന്നു, ഭയങ്കരമായിട്ട് പ്രണയമുണ്ട്, അത് വേണമെന്നുള്ള ചിന്തയുണ്ട്. രണ്ടും കൂടി ക്ലാഷ് ആയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഗ്യാപ്പ് ഇടാനൊക്കെ തീരുമാനിച്ചു എനിക്ക് അറിയില്ല. അത് ശരിയുള്ള പരിപാടിയല്ലെന്ന് തോന്നി. നമുക്ക് ഇങ്ങനെ ശീലമില്ല. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഇമോഷൻ തോന്നി, ശരിയല്ലത്. അത്ര നല്ലൊരു സൗഹൃദം വരുന്നത് അത് നശിപ്പിക്കരുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അകന്ന് നിന്നപ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം അതുവഴി ഞാൻ സൗഹൃദത്തിൽ നിന്ന് സാധാരണ കൂട്ടുകാരിൽ നിന്ന് അകന്ന് ഇതുകൊണ്ട് മാത്രം. അതാണ് റീസൺ ആയത്. റീസൺ ആയത്. ലൈക്ക് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ചിന്തകൾ അപ്പോഴേ റിയലൈസ്. അതിനു മുമ്പൊക്കെ നമ്മൾ കൂട്ടുകാരായിട്ട് ചില്ലടിച്ചടക്കുക, അങ്ങനെ സംസാരിക്കുക, ആ ഒരു ഇതായിരുന്നു. ക്ലാസ് കട്ട് ചെയ്യുക, ആ മറ്റേ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ബോധേടല്ല, അമ്മ നോക്കിക്കോളും എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ മനസ്സിലായത് ഇത്രയും പെയിൻ എനിക്കുള്ളിൽ ഉണ്ടായിരുന്നിട്ട് ഞാൻ അത് കാണാൻ നടന്നതാണ് എന്നുള്ള സാധനമൊക്കെ റിയലൈസ് ചെയ്യുന്നത് ആ പെയിൻ വന്നപ്പോഴാണ്. ഞാൻ അതിനെ കാണുന്നത് ഒരു എല്ലാം ഇങ്ങനെ ഒരു ബലൂൺ പോലെ കുത്തി നിറച്ചിട്ട് ഈ ഒരു ഇത് വന്നപ്പോൾ കുത്തിപ്പൊട്ടിച്ച്, സോ എല്ലാം പുറത്ത് വന്നു. അങ്ങനെ അതിനെ കാണുന്നത്. ഈ കുത്തിപ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ ഉള്ള പ്രോസസ്സിനെയാണോ ഉദ്ദേശിച്ചത്? എഴുതുന്നതിന് മുമ്പ്. അപ്പോഴാണ് തിരിച്ചറിയണം ഇത്രയും ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ എന്നുള്ളത്. ഇതിനുള്ളിലുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഇമോഷൻ സാധനം വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അല്ല ഞാൻ എഴുതുന്നത്. ഞാനൊന്നും ആരെയും നോക്കി പൊടിയെന്നൊന്നും പറയില്ല. പക്ഷെ എഴുതുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാ.
ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെയാണ് എഴുതിയേക്കണത്, ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞു എല്ലായിടത്തും, കൂട്ടുകാരത്തും പറഞ്ഞു, കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ പറ്റി എഴുതിയേക്കണത്. അവരങ്ങനെ കാണുന്നത്, കുഴപ്പമില്ല, അത് നല്ലതല്ലേ? അതെ, അത് നല്ലതാ. അങ്ങനെ പാട്ടിലൂടെ പറയാ, അത് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനാണ് മെയിൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് എനിക്ക്. അപ്പോഴത് തിരിച്ചറിഞ്ഞു ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമായിരുന്നു എനിക്കെന്നുള്ളത്. ഈ അടുത്ത് നമ്മുടെ ഡോക്യുമെന്ററി പരിപാടി ഉണ്ടായിരുന്നു കറുപ്പിൻ്റെ. അപ്പം അതിൽ അമ്മയും അനിയനൊക്കെ പറയണത് ഞാനൊന്നും വീട്ടിൽ പറയാറില്ല, സംസാരിക്കാറില്ല. അപ്പം ഞാനെപ്പോഴും ഓർക്കണേ, ഓ ശരിയാണല്ലോ, ഞാൻ അമ്മയുടെ സംസാരിക്കാറില്ല, അനിയൻ്റെ സംസാരിക്കാറില്ല. അതൊക്കെ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ കുറച്ച് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ നോക്കിയത്. ഇങ്ങാട് വേണ്ടിയില്ല, ഇങ്ങാട് കുട്ടിയാടാ സുഖമാണ് പറഞ്ഞു. ഗബ്രി ശരിക്കും ഇത് പാടി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അടുത്തെത്തുമ്പോൾ ഇത് പല രീതിയിലാണ് അവർക്ക് കണക്ട് ആയിട്ടുള്ളത്. പല രീതിയിലുള്ള റെസ്പോൺസാണ്. ഭയങ്കര സങ്കടം വന്ന് ആൾക്കാർ സംസാരിക്കും, ചിലർക്ക് പ്രതിഷേധത്തിൽ സംസാരിക്കും, ചിലർക്ക് തേപ്പ് കിട്ടിയെന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കും. ഇങ്ങനെ പല ആംഗിളിലാണ് അവർ എടുത്തിട്ടുള്ളത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ടോട്ടൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഗബ്രി എഴുതിയെന്ന് ഗബ്രിക്ക് തന്നെ തോന്നും. ഗബ്രിയുടെ പേഴ്സണലായിട്ടാണ് കൈകാര്യം ചെയ്തതെങ്കിൽ പോലും ഇതൊരു വൈഡർ ഓഡിയൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെയൊക്കെ റെസ്പോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെസ്പോൺസ് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം കുറച്ചുകൂടെ കൊള്ളാലോ എന്ന് പറയാൻ നമുക്ക് തോന്നില്ലേ? എന്താണ് അവരുടെ റെസ്പോൺസ് വന്നപ്പോൾ? അതെ അതെ, അവരും തോന്നി ഞാൻ എൻ്റെ ജീവിതം മൊത്തം ആ പാട്ടിലൂടെ കണ്ടു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ജീവിതം അല്ല എൻ്റെ ജീവിതം എന്നുള്ള സാധനം എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, കണക്ട് ആയില്ല എന്നുള്ള സാധനം കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളാ താങ്കൾ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ശരിയാ, അപ്പോൾ പറയാൻ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ നീ തുറന്നു പറയാൻ ശ്രമിക്കുക, പരമാവധി കാര്യങ്ങൾ ഉള്ളിൽ വെക്കാണ്ടിരിക്കുക. അതാണ് മെയിൻ പരിപാടി. ഉള്ളിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമാണത്. തുറന്നു പോയാൽ കൂൾ, അവിടെ കഴിഞ്ഞത്. വ്യത്യാസങ്ങളുണ്ടാവും, അവരുടെ ജീവിതം വ്യത്യാസം, എൻ്റെ ജീവിതം വ്യത്യാസമുള്ള ആ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ സംസാരിക്കാറില്ല, നമുക്ക് ഉള്ളിൽ തന്നെ ശരി അങ്ങനെയാണ്. ഈ മന്ദാരത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ മന്ദാരം കുറച്ചൊന്ന് ഡീകോഡ് ചെയ്ത് തരണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. അതിന് മുമ്പ് ഈ കുരുതി കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. കുരുതി പറയാൻ ശ്രമിക്കുന്ന ആശയം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ആ കുരുതി കൊടുക്കൽ എന്താണെന്ന് വരെ അറിയാം. എനിക്ക് അതിന്റെ കവറും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആടിന്റെ ഫോട്ടോ വെച്ചത് അതെന്താണെന്നുള്ളത് പറയാട്ടോ. ശരിക്കും ആടിന്റെ ഫോട്ടോ വെച്ചത് എന്തുകൊണ്ടാ? അത് എനിക്കത് ഇഷ്ടമായില്ല. അത് പറഞ്ഞു, കാരണം ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആവൂലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് അതിലുണ്ട്. അപ്പൊ ഇന്നതന്ന് സ്പൂൺ ഫീഡിങ് പോലെ ആവുന്ന ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞേ കുഴപ്പമില്ല. പിന്നെ മനസ്സിലായത് അതുപോലെ ആൾക്കാർക്ക് മനസ്സിലായില്ല, സ്പൂൺ ഫീഡിങ് അല്ല. പക്ഷെ അത് സ്പൂൺ ഫീഡിങ് ആയിരുന്നു. ഗബ്രിയുടെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള പാട്ട് കുരുതിയാണ്. കുരുതി സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുരുതി, ഇത് കുരുതി കൊടുക്കലാണ്, ഇത് തന്നെയാണ്, ഇത് ആരാണ് ചെയ്യുന്നതെന്ന് വരെ അതിനകത്ത് പറയുന്നുണ്ട്. എന്റെ ലാസ്റ്റ് വരി ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് വരി പറഞ്ഞു തരണം കേട്ടോ. ലാസ്റ്റ് വരി ഞാൻ പറയാം. കുരുതി ശരിക്കും ഇത് ആയിട്ടും ഈ യങ്സ്റ്റേഴ്സിന് ഇത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ചെറിയൊരു എന്താണ് നമ്മുടെ സീൻ മാറിയില്ലേ? എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണ്. അത്രയും സിമ്പിളാ. പത്തരമാറ്റിൽ പൊതിഞ്ഞു എന്ന് പറയാൻ തന്നെ പത്തരമാറ്റിൽ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നുമില്ല. അതൊരു പരസ്യവാചകം പോലെയാണ്. ഉത്തമ പുത്രനെ കെട്ടിച്ചു കൊടുത്തു, ലൈക്ക് എന്തു പറയാ. കുരുതി ഒന്ന് പാടും. പത്തരമാറ്റിൽ പൊതിഞ്ഞു, രക്ഷകൻ അവന്റെ കടമയൊഴിഞ്ഞു, ഉത്തമ പുത്രനെ കൊട്ടിച്ചു കൊടുത്തു, ഉത്തരം വാഹ് നിത്യമൊഴിഞ്ഞു, ഉത്തരമില്ലാത്ത ചോദ്യം അവള് എന്തിന് ഉത്തരത്തിൽ ഒടുങ്ങി, പത്രവാർത്തയിലെ ചരമകോളത്തിൽ അവളെ തളച്ചു മടങ്ങി, കൊടുത്ത പൊന്നിനും പണത്തിനുമുള്ള വില ഇടിഞ്ഞു തുടങ്ങി, എടുത്ത തീരുമാനം കൊണ്ട് അടച്ച കണ്ണുകൾ തുറന്നു കലങ്ങി. ആ കണ്ണുകൾ തന്നെ കലങ്ങി എന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആര് ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും ഇതിനകത്ത് വില്ലൻ ആരാണെന്നുള്ളതും ഗബ്രി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ജോലി അതാണ്. അങ്ങനെ തന്നെ അതിനെ കാണണം, അത്രേ ഉള്ളൂ. അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. നിരന്തരമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അതേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത്ര ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർ വന്നിട്ടില്ല, പിള്ളേര്. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ ഒരു 10-12 വയസ്സുള്ള ഒരു കൊച്ചി മന്ദാരം പാടി ഇട്ടുണ്ട്. അവന്റെ ചേച്ചി അടുത്ത് പറഞ്ഞു എനിക്ക് മനസ്സിലാവും ആ സമയത്ത് ഗബ്രി കടന്നു പോയാൽ എന്താന്ന് എനിക്ക് മനസ്സിലാവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓ, ആ കൊച്ചിന് മനസ്സിലായിട്ട് അപ്പോൾ ഓരോ ഇതനുസരിച്ചിരിക്കും എങ്ങനെ നമ്മൾ പാട്ട് കേൾക്കണം എന്നുള്ളത് ഇതനുസരിച്ചിരിക്കും. പ്രായമല്ല പ്രശ്നം, ചിന്താഗതിയാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ കാണാൻ ശ്രമിക്കുള്ളൂ ഞാനത്. അല്ല, അപ്പൊ അത് പോസിറ്റീവാണ്. അത് പോസിറ്റീവാണ്. കാരണം നമ്മൾ ഈ വിചാരിക്കും പോലെ 1000 പേരിൽ നിന്ന് ഒരു ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ അങ്ങനെ ഒരാളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അത് മതി എന്നുള്ളത്. ഓരോ സമയത്ത് ഓരോ പുലികൾ. അതെ,
നമുക്കിപ്പോ കുറെ പുലികൾ വേണം കേട്ടോ. ഒരു കരിമ്പുലി പോരാ. തുടങ്ങിയിട്ടുള്ളൂ, ഇത് 1% ആ. വരും. ഇനി കുറെ പുലികൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് അവസാനത്തെ ഒരു സാധനത്തിനകത്ത് എനിക്ക് മനസ്സിലായി, വില്ലനെയൊക്കെ മനസ്സിലായി അതിനകത്ത്. പക്ഷെ അതിനകത്ത് എന്ന് വെച്ചാൽ കാര്യം കുടുംബത്തിലെ അംഗം എങ്കിലും കുടുംബകലഹം അംഗം തമ്മിൽ കൂടുമ്പോ കണ്ടില്ല ഇമ്പം പുകില് തങ്കത്തിനോട് കമ്പം. ആ തങ്കത്തിനോടെന്ന് പറയുന്ന ആഭരണമാണോ? ഓ, അതാണ് സ്ത്രീധനം എന്നുള്ള പരിപാടി. ഞാൻ വിചാരിച്ചു വേറൊരു ടിസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. വേറെ ഏതോ തങ്കത്തിനോട് അവന് കമ്പം തോന്നിയിട്ടാണ്. ഇല്ല ഓ, ആ ഒരു സാധനം മനസ്സിലായില്ലേ മനുഷ്യൻ എങ്ങനെ സീൻ മാറി. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാ തന്നെ കാര്യം, കുടുംബത്തിലെ അംഗം കുടുംബകലഹ അംഗം മറ്റേ അംഗം വിട്ട് എന്നെ ട്രോളാണല്ലോ കിട്ടിയില്ല. അല്ല ഇത് അല്ല അങ്ങനെയല്ല. ഞാനും പാട്ടുകൾ കേൾക്കുമ്പോ ചില വരികളൊന്നും എനിക്ക് മനസ്സിലാകാറില്ല. ഇപ്പൊ സോഷ്യൽ ക്രിമിനലി കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നിന്ന് പരിപാടി ഞാൻ കേട്ടിരുന്നത് ഒരിറ്റ് വനത്തിനോരത്തിൽ നിന്നാണ്. സോ അങ്ങനെ നമുക്ക് ഇത് പറ്റാം. എഴുതിയ ആള് പറയുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ അതൊക്കെ. ചില നമ്മ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. സോ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ ചിന്തിക്കും ഞാൻ വിചാരിച്ചു. അല്ലേ, എനിക്ക് രണ്ട് അർത്ഥത്തിൽ ഞാൻ വിചാരിച്ചു. പക്ഷെ ഗബ്രി ഒരു ടിസ്റ്റ് വെച്ചിട്ടുണ്ടോ, അവസാനം കൊണ്ടുവന്നിട്ട് ടിസ്റ്റ് വെച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. അതും വന്നതാണല്ലോ ഇതില്. കാരണം അറിയോ, തുടക്കത്തിൽ പത്രവാർത്തയില് എന്തായിരുന്നു അവള് മരിച്ചതിന് കാരണം എന്നുള്ളത് അറിഞ്ഞൂടാ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ കാരണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിട്ടുകളഞ്ഞത്. അപ്പൊ ഗബ്രി ആ കാരണം കണ്ടെത്തിയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെയുണ്ടോ ടിസ്റ്റ്? ശ്രീധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോ കൊണ്ടുവന്നിട്ടൊരു ഹുക്ലൈൻ വെക്കാൻ ശ്രമിച്ചു. എനിക്ക് ആ മന്ദാരത്തിന്റെ ലിറിക്സ് ഒന്ന് ഡീകോഡ് ചെയ്ത് പറഞ്ഞു. നെഞ്ചിൽ ഇത്തിരി സങ്കടം, അതന്നെ വട്ടം കറക്കുന്ന പമ്പരം, അത് വഴിയിലിട്ടിട്ട് പോയത്, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വന്നോര് വന്നോട്ടെ, പോണോര് പൊക്കോട്ടെ, നിന്നോര് നിൽക്കട്ടെ, നമുക്ക് എന്ത്, ആര് വന്നാലും പോയാലും ഒന്നുമില്ല. പിന്നെ മന്ദാരം പൂക്കട്ടെ, ഭണ്ഡാരം കേക്കട്ടെ, ഭണ്ഡാരം പൊക്കോട്ടെ, നമുക്ക് പുല്ലി. അതാണ് എനിക്ക് തോന്നി. മന്ദാരം പൂക്കട്ടെ അതെങ്ങനെയോ വന്നതാ, അല്ലെ അതിന് വലിയ അർത്ഥമില്ല. ഭണ്ഡാരം കക്കട്ടെ മീൻസ് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്നുള്ള പരിപാടി. ഭണ്ഡാരം കട്ടൽ എനിക്കൊന്നുമില്ല. ഭണ്ഡാരം എവിടെ ഉണ്ടാവുന്ന അറിയാലോ. സോ അതെനിക്കൊന്നുമില്ല. പിന്നെ ഭണ്ഡാരം മീൻസ് എൻ്റെ ഉള്ളിലുള്ള സത്തൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ. ലൈക്ക് ഞാൻ ഒരു ഭണ്ഡാരം, എൻ്റെ ഇതിലൊക്കെ കട്ടോണ്ട് പോയിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ എംടി ആയാലും കുഴപ്പമില്ല. അത് രണ്ടും ശ്രദ്ധിച്ചെന്ന് എനിക്ക് ഭണ്ഡാരം കേട്ടെ. പിന്നെ പണ്ടാരം പൊക്കോട്ടെ, നമുക്ക് അതും മറ്റേ പണ്ടാരം പൊക്കോട്ടെ. പിന്നെ മന്ദാകിനിയല്ല മന്ദാരപ്പൂവ്, ചങ്കല്ല പൊന്നത് ചെമ്പരത്തി പൂവ്, ഉള്ളു തുറന്നപ്പോൾ എന്തോരം നോവതിൽ ഒന്നുമില്ല എന്ന് ചൊല്ലിയ നാവ്. ലൈക്ക് വിഷമുണ്ടെങ്കിലും ഞാൻ ആർത്തും പറയാറില്ല ഒന്നുമില്ല. ചങ്ക് തുറന്നപ്പോൾ ഒന്നുമില്ല എന്നുള്ളത്. എന്താ നിനക്ക് സുഖമാണ്? പക്ഷെ ഉള്ളിലറിയാം സുഖമല്ല എന്നുള്ളത്. അത് പിന്നെ പൊക്കോ, ദൂരേക്ക് പൊക്കോ, കണ്ണിന്റെ മുന്നിൽ വരാതെ നിൽക്കോ, നീ വിട്ടോ, മുമ്പിൽ നിന്ന് വിട്ടോ, കാടും മേടും കാടുന്ന അങ്ങോട്ട് വിട്ടോ. പൊക്കോ, ദൂരേക്ക് പൊക്കോ, കണ്ണിന്റെ മുന്നിൽ വരാതെ നിൽക്കോ, നീ വിട്ടോ, മുമ്പിൽ നിന്ന് വിട്ടോ, കാടും മേടും കാടുന്ന അങ്ങോട്ട് വിട്ടോ. ലൈക്ക് അത് കുറച്ചൊരു സങ്കടമാണ്, ദേഷ്യമുണ്ട്. മുമ്പൊന്ന് പൊക്കോ. അത്രയും എഴുതാൻ പാടില്ലെന്ന് പിന്നെ തോന്നി. പക്ഷെ അപ്പൊ എന്തോ വന്നു. പിന്നുള്ളതാണ് കുറച്ചുകൂടി പരിപാടി തന്നെ. കണ്ട് ചതികൾ അവിടെ ഇവിടെയുണ്ട്, ഒത്തിരി അനുഭവിച്ചത് പണ്ട്, അതിനെ അപലപിച്ചതുമുണ്ട്, പിന്നാലെ അനുഗമിച്ചത് കൊണ്ട് ഞാനിന്ന് വാടിയ പൂവിന്റെ ചെണ്ട്, കാത്തിരിപ്പിത്തിരി ബാക്കിയതുണ്ട്, കാതിലി ഇപ്പോഴും മന്ദാര പൂവിന്റെ ഉള്ളിലെ വണ്ടിന്റെ മൂളലും ഉണ്ട്. പേനില്ലെന്ന് പറഞ്ഞാലും എന്റെ പുറകെ പേനുണ്ട്, ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഇത് ഇൻസിഡന്റ് നിനക്കുണ്ട്, നീ ഇത്രയും പെയിനിലാണ്, എത്ര ഇല്ലെന്ന് നീ പറഞ്ഞാലും നിന്റെ ഉള്ളിലെ പെയിൻ ഉണ്ടെന്ന് ചെവിയിൽ ഇങ്ങനെ വണ്ട് മൂളണ പോലെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടെന്നുള്ള എന്താ പൂവിന്റെ ഉള്ളിൽ. പിന്നെ അടുത്ത വരി, ഹൃദയം തകിടം മറിഞ്ഞ് തവിട് പൊടി, തകര പാട്ട കൊണ്ട് എനിക്കിട്ടടി, തകില് കൂട്ടണ താളത്തില്ലടി, തരി കളങ്കമില്ലാത്തൊരു തേടി ഞാൻ അലഞ്ഞ് തിരിഞ്ഞും മടുത്തതാടി. ലൈക്ക് അത് ഭയങ്കര മറ്റെന്താ നാർസിസിസം എന്നുള്ള പരിപാടി കയറി വന്ന സമയം എൻ്റെ ഉള്ളിൽ അവസാനം വന്നു. എല്ലാവരും ആർക്കും എന്നോട് ഇഷ്ടമില്ല, ആർക്കും എന്നെ വേണ്ട, കുടുംബക്കാർക്കും വേണ്ട. ലൈക്ക് എനിക്ക് വിഷമമുണ്ടായില്ല എന്നുള്ള ആരും ചിന്തിക്കാനുള്ള എന്നുള്ള ചിന്ത ടോക്സിക് ആയിരുന്നു കുറച്ച് ആ സമയത്ത് ഞാൻ. പക്ഷെ അത് എന്നെ ഉള്ളിൽ മാത്രമേ പുറത്ത് കാണിക്കുകയില്ല, എഴുത്തിൽ മാത്രം കാണിക്കുള്ളൂ. പക്ഷെ അത് ആ ഒരു ചിന്ത ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറയാൻ എന്താ.
ഏതായിരുന്നു സ്പെസിഫിക് ആയിട്ട് അല്ലല്ല ഞാൻ ഇടയ്ക്കുള്ള ഭണ്ഡാരം ഭണ്ഡാരവും മന്ദാരവും മന്ദാരം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭണ്ഡാരം ഞാൻ അങ്ങനെ അതിനായിട്ട് തന്നെ എഴുതിയതാ. അത് ഒരാൾ ചോദിക്കണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. ആരെങ്കിലും ഒക്കെ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചതാ. അതുപോലത്തെ മറ്റേ KL42 എഴുതിയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതെ. അതേപോലെ ഈ പെയിൻ ഇങ്ങനെ തുടരുന്നത് സത്യത്തിൽ ചിലതൊക്കെ ഗുണമാണ്, പക്ഷെ പെയിൻ ഓവർകം ചെയ്ത് നമ്മൾ പോകണം. ഇപ്പോൾ വീണ്ടും കാതിൽ ഉണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത് വേണോ നമുക്ക് മുൻപോട്ട് പോകാൻ? എനിക്ക് എന്തോ ഒരു വേണമെന്നൊരു തോന്നലുണ്ട്. ലൈക്ക് ഭയങ്കര പ്രശ്നമല്ല, പക്ഷെ ആ പെയിനിൽ നിന്ന് ഞാൻ ഉണ്ടായത്. അതെ, അപ്പം എനിക്ക് ആ പെയിൻ വേണം. ഭയങ്കരമായിട്ട് ഞാൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ല, എനിക്ക് പാടുമ്പോഴൊക്കെ ആ പെയിൻ വേണം. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്ര അഗ്രസീവ് ആണെന്നുള്ള എനിക്ക് ചിന്തയിലുണ്ട്. സോ ഞാൻ പെയിൻ കളയാണ്ട് നോക്കും. ഞാൻ ഓവർകം ചെയ്ത് 100% ഓവർകം ചെയ്തു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പെയിൻ വേണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എഴുതണത്. എനിക്കിങ്ങനെ പണ്ടിങ്ങനെ വിഷമമുണ്ടായിരുന്നു, എന്തായിരുന്നു, അപ്പൊ അത് ഞാൻ ഇങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. മനസ്സിലായി. മോശമായിട്ടല്ല, നല്ല രീതിയിൽ. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയതെന്നുള്ള ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു പുള്ളിക്കൊക്കെ പറഞ്ഞു അത് കുറച്ച് സാഡിസ്റ്റ് ചിന്തയാണ്, എനിക്കറിയാം, പക്ഷെ എനിക്കത് വേണം. ആ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണത്. ആ പെയിൻ എനിക്ക് വേണം എന്നുള്ള സാധനം എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല ആർക്ക്. അല്ലല്ല, എഴുത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ചിലപ്പോൾ ചില പെയിൻസിനെയൊക്കെ ചിലപ്പോൾ റീകളക്ട് ചെയ്യും, എങ്കിലേ അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചില സീൻസിലൂടെ പോയിട്ടുണ്ടാവും, അതായിരിക്കും റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ അഭിനയിക്കുക. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ പെയിന് ചില സമയത്ത് അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ആ അർത്ഥത്തിലുള്ള പെയിൻ നല്ലതാണ്. അതെ, ആ അർത്ഥം തന്നെ. കാരണം ഇപ്പൊ എനിക്ക് പെയിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല, എനിക്കിപ്പോ പെയിൻ ഇല്ല. അപ്പൊ എനിക്ക് അന്ന് ആ പെയിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ എഴുതണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പെയിൻ ഇല്ല, കംഫർട്ട്, ഓക്കെ പരിപാടിയാ. പക്ഷെ ഞാൻ എഴുതുമ്പോ എനിക്ക് പെയിൻ വേണമെങ്കിൽ എനിക്ക് അന്നത്തെ കാലത്തിലേക്ക് പോകണം. ഒരു പരിപാടിയാണുള്ളൂ. ഈ KL42 എഴുതുന്ന സമയത്ത് എനിക്ക് ചില ഒബ്ജെക്ഷൻസ് ഉണ്ട്, ഞാനത് ചോദിക്കാം. KL42 ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങളിൽ വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. പിന്നെ ആ ഭരണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലേ, ആ ഭരണം എന്ന് പറയുന്ന അത് ഫുള്ള് ഞാൻ തന്നെ എഴുതിയതാ പണ്ട്. അത് പക്ഷേ വ്യക്തമാണ്, ആശയമുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ KL42 നീ കണ്ടിട്ടും കാണാതെ പോൽ നടിക്കും അതൊക്കെ വന്നിട്ട് ഒരു സാധ്യത എന്താ വെച്ചാൽ, മര്യാദക്കല്ലേ മൈ ഡിയർ ഓമനക്കുട്ട എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റാപ്പേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആങ്കർ പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്ന ഒരു ധാരണ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പ്രതിഷേധത്തിന് പ്രത്യേകിച്ച് ഭാഷയുണ്ടോ? പ്രതിഷേധം നമ്മൾ ഭയങ്കര പ്യൂറായിട്ട് ചെയ്യണമെന്നും എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലായോ? അതെ, അതിനെ എങ്ങനെയാ കാണുന്നത്? അതെ, ലൈക്ക് നമ്മ കണ്ടു തന്നെ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളൂ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുന്ന ആൾക്കാരാ. നമുക്ക് കേൾക്കുന്ന റാപ്പേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്പ്ലിസിറ്റ്. അപ്പൊ ഇവിടെ അത്രയും പറ്റില്ല. അപ്പൊ നമ്മ അത് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. ഇതൊന്നും ഞാൻ ചിന്തിക്കാണ്ട് എഴുതിയ പാട്ടാ, പോലെ വന്ന പോലെ എഴുതി. പക്ഷെ അത് ഇൻസ്പയർ ആയവരോട് അങ്ങനെ എന്നിട്ട് ഞാൻ മൈന്ന് പറഞ്ഞപ്പോ വേണ്ട, തെറി വേണ്ട, മൈ ഡിയർ ഓമന കുട്ട എന്നുള്ളത് മാറ്റി. നല്ല പരിപാടി എല്ലാം നല്ല അറിയാം, പക്ഷെ പാട്ട് ആർട്ടായിട്ട് കാണാനുള്ള എനിക്കറിയില്ല. അല്ല, ഞാൻ അങ്ങനെ ചിന്ത വന്നു എനിക്ക്, എങ്ങനെ ചിന്ത വന്നു എനിക്ക്. പക്ഷെ ഒരുപാട് ചിന്തിച്ചാൽ എഴുത്ത് വരില്ല. ആ ഒരു ഫ്ലോയിൽ പോവാ. എനിക്കും എന്റെ എഴുത്തിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. ലൈക്ക് ഇപ്പൊ ഇങ്ങനെയാണ് പോയത്. കാരണം നമ്മൾ അടച്ചു വെക്കരുതല്ല, നമ്മൾ ഉള്ളാനുള്ള തന്നെ. നമ്മൾ എഴുതുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് നമുക്കറിയാം. എന്നാലും പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ എഴുത്താതാ. അപ്പൊ ഇനി വന്നാല് നമ്മൾ അങ്ങനെ എഴുത്തിൽ അങ്ങനെ പോകും, ആർട്ടായിട്ട് തന്നെ കാണാം. അല്ലാണ്ട് റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ പറയാം എനിക്കത് ആ എഴുത്തിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അത് ആർട്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത് ആർട്ടായിട്ടാ. എല്ലാവരും ആർട്ടായിട്ട് കാണില്ല, പക്ഷെ അത് ചിലർക്ക് മോശമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ അതുണ്ടാവും. ഹെൽപ്ലെസ് ആണ് കുറച്ച്. അല്ല, എനിക്കിതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കും ധാരണയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. അപ്പം എവിടെ നമ്മൾ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക് ആവണം, പക്ഷെ അത്രയും ഡെമോക്രാറ്റിക് ആവണോ? ചില സമയം ആ തോന്നലും വരൂല. ഇത്രയും മര്യാദയ്ക്ക് നമ്മൾ സമരം ചെയ്യണോ? അതെ, കാരണം അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള അവിടെയാ. ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്ന, ഞാൻ ഏതൊരു സ്ട്രൈക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മറ്റേ ട്രെയിൻ തടയല, അങ്ങനെ എന്തോ സ്ട്രൈക്കിന് പോയി ആളെ കൂട്ടി വന്ന് ഒന്നും നടന്നില്ല. പെട്രോളിന്റെ ഇത് കൂടിയപ്പാ ഞങ്ങൾ പോയിരുന്നു, എന്തോ 105 സമയത്ത്. അന്ന് ഭയങ്കര രാഷ്ട്രീയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് മുദ്രാക്കി വിളിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ 107. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് വന്നതായിരിക്കാം. എനിക്ക് കുറേയൊക്കെ
ഓട്ടോമാറ്റിക്കായിട്ട് വന്ന കാരണം ഞാൻ എഴുതിക്കണ്ട ചിന്തിക്കണേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളത്. അതിലെനിക്ക് ഒരു വ്യക്തമായ ധാരണയില്ല. അപ്പം അതായിരിക്കണം, ഇങ്ങനെ സമാധാനമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ സമാധാനമായിട്ട് നിൽക്കണത് എൻ്റെ ഉള്ളിൽ ഇത്ര ഇതുള്ളത് ഞാൻ പുറത്ത് കാണിക്കാണ്ടിരിക്കണേന്ന് അതുമായിരിക്കാം. ഡിസ്കഷൻസ് മുമ്പോട്ട് പോട്ടെ, അതെ അതെ നമുക്ക് അതിനകത്തൊരു വിധി പറയാൻ അതെ 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 പലർക്കും പല രീതിയിലാണ്. അതെ അതെ.